ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ധർമ്മൻ നന്ദിത കൊടുത്തയച്ച ആ ആഭരണങ്ങളുമായിട്ട് നേരെ ദേവമംഗലത്തേക്ക് വന്ന് മിത്രയെ വിളിക്കുകയാണ്. മിത്ര എത്തുന്നതിന് മുന്നേ തന്നെ മീനാക്ഷിയും ബാക്കിയുള്ള എല്ലാവരും എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരുടെ അടുത്തുനിന്നും ഇതങ്ങ് മറച്ചു വെക്കുകയാണ് ബാഗ്. ഇത് കണ്ടു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവുമല്ലോ എന്ന് വെച്ചിട്ട്. പക്ഷേ ഗോമതിയും ബാലിനും വിടുന്നില്ല കേട്ടോ. നിൻ്റെ കയ്യിൽ എന്താടാ ഇരിക്കുന്നത്, നീ ഇങ്ങോട്ട് കാണിക്കുക. അല്ല, അത് ബാഗാണെന്ന് ഞങ്ങൾക്കും കണ്ടാൽ മനസ്സിലാവും. അതിനുള്ളിൽ എന്താണെന്നാണ് ചോദിച്ചത്. മര്യാദയ്ക്ക് സത്യം പറയുന്നുണ്ട് ധർമ്മ. നിൻ്റെ കള്ളക്കളിയൊന്നും എൻ്റെ അടുത്ത് എടുത്തുകൊണ്ട് വരല്ലേ എന്ന് ഗോമതിയും പറയാട്ടോ. അപ്പോൾ പിന്നെ ധർമ്മം മനസ്സിൽ വിചാരിക്കുകയാണ്, ദൈവമേ, ഈ ചേച്ചി എന്നെ കൊലയ്ക്ക് കൊടുത്തിട്ടേ അടങ്ങൂ. ഇതിപ്പോൾ എങ്ങനെയാ പറയുക? എന്തായാലും ഇത് അപ്പുറത്ത് നന്ദിത ചേച്ചി തന്നതാ മിത്രയ്ക്ക് കൊടുക്കാനായിട്ട്. അതെന്ത് സാധനം, എന്താ കാര്യമൊന്നും എനിക്കറിയില്ല. ഇത് തന്നിട്ട് മിത്രയ്ക്ക് കൊടുക്കാൻ പറഞ്ഞു. മിത്രയുടെ അമ്മയല്ലേ, അതുകൊണ്ട് ഞാൻ ഏട്ടത്തിനെ വിഷമിപ്പിച്ചില്ല. ഞാനിങ്ങനെ മേടിച്ചിട്ട് വന്നു. മിത്രേ, നീ അതൊന്ന് വാങ്ങിച്ച് തുറന്ന് നോക്കിയേ എന്താന്ന്. അങ്ങനെ മിത്ര അത് വാങ്ങി തുറന്ന് നോക്കുമ്പോൾ നിറച്ചും ആഭരണങ്ങൾ കേട്ടോ. ഇഷ്ടം പോലെ വളയും സ്വർണവും മാലയും ഒക്കെയാണ്. ഇത് കണ്ട് എല്ലാവരും അന്തം വിട്ടു പോവുക. തൊട്ട് ബാക്കിൽ ഇതെല്ലാം കണ്ടും കേട്ടും ആര്യൻ വന്ന് നിൽപ്പുണ്ട്. അപ്പോൾ ഇതെന്തിനാ ഇപ്പം ഇത് കൊടുത്തയച്ചത് എന്നായി. അത് കഴിഞ്ഞിട്ട് ഉടനെ മിത്ര പറയാണ്. മിത്ര ഒന്നും മിണ്ടുന്നില്ല. അമ്മ തന്നെ കൊടുത്തയച്ചതാണോ? അതെ. അപ്പോൾ ധർമ്മനോട് വീണ്ടും ചോദിക്കുന്നുണ്ട്, മാമ അവിടെ വേറെ ആരും ഇല്ലായിരുന്നോ? അച്ഛനോ വേറെ കൊച്ചനോ ഒന്നും ഇല്ലായിരുന്നോ എന്ന് ചോദിക്കുക കേട്ടോ. അവരൊന്നും ഇല്ലായിരുന്നു. അവിടെ അമ്മയും ഏടത്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ തന്നു വിട്ടതാണ്. അവർ കാണുന്നതിന് മുമ്പേ കൊണ്ടു തരാൻ പറഞ്ഞു. ഞാനിങ്ങി കൊണ്ടു തന്നു. എനിക്ക് അത്രേ അറിയൂ. പക്ഷെ ഞാനിത് എന്തായാലും തിരിച്ചു കൊണ്ടുപോകില്ല. എനിക്ക് ഏടത്തിയുടെ വിഷമം കാണാനൊന്നും എനിക്ക് വയ്യ എന്ന് ധർമ്മം പറയാട്ടോ. അപ്പോൾ എല്ലാവരും അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ആര്യൻ ഇങ്ങോട്ട് ദേഷ്യം പിടിച്ചിട്ട് വരികയാണ് കേട്ടോ. എന്നിട്ട് പറഞ്ഞിട്ട്, ഇതിപ്പോൾ മര്യാദയ്ക്ക് മാമൻ എവിടുന്നാണ് വാങ്ങിച്ചിട്ട് വന്നത് അത് അവിടെ തന്നെ തിരിച്ചു കൊണ്ട് കൊടുത്തോ. ഇവിടെ സ്വർണവും വേണ്ട, ഒന്നും വേണ്ട. പണവും സ്വർണവും കണ്ട് കണ്ണ് മഞ്ഞളിച്ചല്ല ഞാനിവിടെ ഇരിക്കുന്നത് എന്നും പറഞ്ഞ് അങ്ങോട്ട് ആര്യൻ തുടങ്ങി. മര്യാദയ്ക്ക് കൊണ്ട് കൊടുത്തോ, എനിക്കിവിടെ വേണ്ട, ഇവിടെ ഒരു സാധനത്തിൻ്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞാൽ ഭയങ്കര ദേഷ്യത്തിലാട്ടോ. അപ്പോൾ ഇത്രയും ദേഷ്യം പിടിച്ച് നിൽക്കുമ്പോൾ ബാലൻ അവിടെ നിന്ന് പറയുന്നുണ്ട്, ഗോമതി, ഇവൻ എന്തുദ്ദേശിച്ചാണ് ഈ പറയുന്നത്? ഇവൻ വേണ്ടെന്ന് വലിയ നല്ല പിള്ള ചമഞ്ഞ് ഇപ്പം പറയുന്നത് എന്തിനാണ്? അന്ന് മിത്രയെ തട്ടിക്കൊണ്ട് പോയ സമയത്ത് അവളുടെക്ക് 100-101 പവനോളം സ്വർണം അതെന്ത് ചെയ്തു? ഇവൻ വിറ്റുകൊണ്ട് പുട്ടടിച്ചു അല്ലേ? എന്നിട്ട് അതിൻ്റെ കണക്ക് ഇന്ന് വരെ അവൻ പറഞ്ഞിട്ടില്ല. അതിന് പകരം എനിക്ക് നല്ലൊരു പേരും കൂടെ അവൻ വാങ്ങിച്ചു തന്നിട്ടുണ്ട്, സ്വർണ്ണക്കളനെന്ന്. എന്നിട്ട് ഇപ്പം ഇത് കണ്ടപ്പോൾ അവന് വേണ്ടാന്ന്. ഇപ്പം നല്ല പിള്ള ചമഞ്ഞോ? ആ സ്വർണ്ണത്തിൻ്റെ കണക്ക് ഇതുവരെ അവൻ പറഞ്ഞിട്ടില്ല. പിന്നെ ഇവന് എന്ത് അവകാശമാണ് ഇത് വേണ്ടാന്ന് പറയാനായിട്ട്? കൂടുതൽ നല്ല പിള്ള എന്നോട് എടുക്കണ്ട. എല്ലാം ആരും അറിയാണ്ട് ഒരു പെണ്ണിനെയും കല്യാണം കഴിച്ച് അവളുടെ സ്വർണവും വിറ്റ് തിന്നിട്ട് എല്ലാം ഒറ്റ രാത്രി കൊണ്ട് എല്ലാം തീർത്തിട്ട് വന്നവൻ ഇന്നിത് വലിയ ഗമയിലങ്ങ് പറയുവാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങ് ദേഷ്യം പിടിക്കുമ്പോൾ പെട്ടെന്ന് ഗോമതി പറയാം, അത് ബാലട്ട, ഞാൻ എല്ലാ കാര്യങ്ങളും പറയാം. ഉടനെ മിത്ര പറയണ്ട, അപ്പച്ചി പറയണ്ട, ഞാൻ പറഞ്ഞോളാം സത്യം എന്നും പറഞ്ഞ് വാ തുറക്കണമെന്ന് ഇവരെ രണ്ടുപേരും തടഞ്ഞുകൊണ്ട് വീണ്ടും ആരും ഇങ്ങോട്ട് വന്നിട്ട് പറയുന്നുണ്ട്, വേണ്ട, ആരും ഒന്നും പറയണ്ട, ഞാൻ തന്നെ പറഞ്ഞോളാം. മിത്രയ്ക്ക് കിട്ടിയ ആ സ്വർണം അത് ഞാൻ തന്നെ കൊണ്ടുപോയി നശിപ്പിച്ചതും തീർത്തതുക. അന്ന് എനിക്കൊരാവശ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാനത് തീർത്തു. ഇന്ന് എനിക്ക് ഈ സ്വർണത്തിൻ്റെ ആവശ്യം ഇല്ല, അതുകൊണ്ട് ഞാൻ ഇല്ല, വേണ്ടാന്ന് പറഞ്ഞു, അത്രയേ ഉള്ളൂ. എടാ, നിന്നെ ഞാൻ അങ്ങനെ ആര്യനെ ഇടിക്കാനായിട്ട് ഓങ്ങാട്ടോ ബാലൻ. പെട്ടെന്ന് ഗോമതി വന്ന് തടസ്സപ്പെടുത്താണ്. എന്നിട്ട് പറയാം, വേണ്ട, ആരും ബഹളം വെക്കണ്ട എന്നും പറഞ്ഞിട്ട് ബാലന് കയറി പോകുമ്പോഴത്തേക്ക് ആര്യനോട് പറയുന്നുണ്ട് ഗോമതി, നീ എന്ത് ഉദ്ദേശിച്ചില്ല ഇതിപ്പോൾ തിരിച്ചു കൊടുക്കാൻ പറഞ്ഞ ആര്യ? അത് അവളുടെ അമ്മയല്ലേ അവൾക്ക് കൊടുത്തേച്ചത്, അത് അവളാണ് തീരുമാനിക്കേണ്ടത് വേണോ വേണ്ടേന്ന്. അപ്പോൾ എന്തായാലും മിത്ര പറയട്ടെ. അപ്പോൾ ആര്യ മിത്രയെ നോക്കുന്നുണ്ട്. അപ്പോൾ മിത്ര പതുക്കെ ആര്യനെ നോക്കിയിട്ട് പറയാണ്, ആര്യ വേണ്ട, ഇത് തിരിച്ചു കൊടുക്കണ്ട, ഇതിവിടെ എൻ്റെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ എന്ന് പറയുമ്പോൾ ആര്യൻ അങ്ങ് വല്ലാത്ത ചമ്മലായി പോയി കേട്ടോ. എന്തോ ആര്യൻ ഒറ്റപ്പെട്ടതുപോലെ അവിടെ നിന്ന് ഇറങ്ങി അങ്ങ് പോവാണ്. പക്ഷേ മീനാക്ഷി ചെന്ന് മിത്രയെ കെട്ടിപ്പിടിച്ചിട്ട് പറയാം, അമ്മമാരൊക്കെ ഇങ്ങനെ തന്നെയാണ്, അവർക്കൊന്നും പിണങ്ങിയിരിക്കാൻ കഴിയില്ല. എന്ത് സ്നേഹത്തോടെ അമ്മ ഇത് കൊടുത്തയച്ചത്, നിനക്ക് വേണ്ടി അവിടെ കരുതി വെച്ചിട്ടുള്ളതല്ലേ, അതുകൊണ്ടാണ് കൊടുത്തയച്ചത്. അതേ മോളെ എന്നും പറഞ്ഞുകൊണ്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുമ്പോൾ അന്ന് രാത്രി തന്നെയാണ് ആര്യൻ ഭയങ്കര ദേഷ്യത്തിലും പിണക്കത്തിലൊക്കെ പുറത്തിറങ്ങി നിൽക്കുകയാണ് കേട്ടോ. ആ സമയം മിത്ര അങ്ങോട്ട് ചെല്ലുമ്പോൾ ദേഷ്യപ്പെടുന്നുണ്ട്, നീ സ്വർണത്തിൻ്റെ കണക്കും പൊന്നിൻ്റെ കണക്കും അതൊക്കെ കണ്ണ് നിൻ്റെ മഞ്ഞളിച്ച് പോയല്ലേ, ബാക്കിയാരും നിൻ്റെ മുന്നിൽ ഒന്നുമല്ലല്ലോ. അങ്ങനെ പറയല്ലേ ആര്യ, ഞാൻ പറയണ കൂടെ മനസ്സിലാക്കണം. എനിക്ക് മനസ്സിലായി, സ്വർണത്തിൻ്റെ തട്ട് തന്നെയാണ് എപ്പോഴും താന്നിരിക്കുകയെന്ന് എനിക്ക് മനസ്സിലായി. ഇന്ന് അതെല്ലാം കണ്ടപ്പോൾ നീ എല്ലാം ഒറ്റയടിക്ക് മറന്നില്ലേ, നീ അതിലങ്ങ് മയങ്ങി വീണില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അതല്ല, ആരിനൊരു കാര്യം മനസ്സിലാക്കണം, എനിക്ക് സ്വർണം പണവും ഒന്നുമല്ല ആവശ്യം. ആ ബാഗിനകത്ത് 1 രൂപ നാണയമാണ് വെച്ച് തന്നെങ്കിൽ പോലും ഞാനത് തിരിച്ചു കൊടുക്കില്ലായിരുന്നു. അതെന്താണെന്നറിയോ, എൻ്റെ അമ്മയെ വിഷമിപ്പിക്കാൻ എനിക്ക് വയ്യ. ഒരു പ്രാവശ്യം അവരെ എല്ലാം വിഷമിപ്പിച്ച് ഞാൻ ഇട്ടിറങ്ങി പോയി
പോയില്ലേ, അതിൻ്റെ ഫലമാണ് ഇന്നും ഞാൻ അനുഭവിക്കുന്നത്. ഇനി അവരെ എനിക്ക് തളർത്താൻ വയ്യ ആര്യ, അതുകൊണ്ട് മാത്രമാണ്, അല്ലാണ്ട് ആര്യനെ വിഷമിപ്പിക്കാൻ വേണ്ടി ഞാൻ ഒന്നും ചെയ്തില്ല. എന്നെ ഇനിയെങ്കിലും നീ മനസ്സിലാക്കണം എന്നും പറഞ്ഞ് മിത്ര കയറി പോകുമ്പോൾ ആര്യനും വല്ലാതെ ഒരു വിഷമത്തിൽ അവിടെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേക്കിനും മിത്ര തന്നെ പുറത്ത് വന്നെന്ന് ചെടികൾക്കൊക്കെ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അപ്പുറത്ത് നന്ദിത കാണുന്നത്. അങ്ങനെ നന്ദിതയെ കാണുമ്പോൾ അമ്മേന്ന് വിളിച്ച് ആ മതിലിൻ്റെ അറ്റത്ത് നിന്ന് ഓടി ചെല്ലാട്ടോ. അവിടെ ചെല്ലുമ്പോൾ രണ്ടുപേരും കൂടെ അങ്ങ് സംസാരിക്കുകയാണ്. അപ്പോൾ നന്ദിത പറയുന്നുണ്ട്, മോളെ നീ എല്ലാവരുടെ മുന്നിലും നാണം കെട്ട് നിൽക്കാൻ ഒരവസരം എനിക്ക് പറ്റത്തില്ല. അത് മീനാക്ഷിയുടെ അമ്മയും സ്വർണവും കാര്യങ്ങളൊക്കെ കൊണ്ട് മീനാക്ഷിക്ക് കൊടുത്തില്ലേ, നീ മാത്രം ഒന്നും ഇല്ലാതിരുന്നാലോ. ഇത് മോക്ക് വേണ്ടിയിട്ട് അമ്മ കരുതി വെച്ചത് തന്നെയാണ്. അച്ഛൻ അറിഞ്ഞോ അമ്മ എനിക്ക് സ്വർണം തന്നതെന്ന് ചോദിക്കുമ്പോൾ അച്ഛനൊന്നും അറിഞ്ഞിട്ടില്ല, അത് പറയേണ്ട സമയമാകുമ്പോൾ ഞാൻ പറഞ്ഞോളാം, അതുകൊണ്ട് കുറിച്ച് നീ പേടിക്കേണ്ട കാര്യമില്ല. പിന്നെ നല്ലത് വരും, മോക്ക് സുഖമാണോ, സുഖമായിട്ടിരിക്കുന്നോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് നിൽക്കുമ്പോഴാണ് അലോക് സിറ്റ് ഔട്ടിലേക്ക് ഇറങ്ങി വരുന്നത് കേട്ടോ. മിത്ര പെട്ടെന്ന് അത് കാണുകയാണ്. അമ്മേ ദേ അലോക്, അമ്മ കയറിപ്പോക്കോ, ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ എനിക്കൊരു പ്രശ്നം ഉണ്ടാക്കാൻ വയ്യ അമ്മയെന്ന് പറയാം. അങ്ങനെ പതിയെ അവരങ്ങ് കയറി പോവാട്ടോ. സിറ്റ് ഔട്ട് കഴിഞ്ഞ് ഇങ്ങനെ കയറി പോണതും അലോക് പതിയെ വല്യമ്മേന്ന് നോക്കിയിട്ട് ആ മതിലിലോട്ട് നോക്കുമ്പോൾ മിത്ര അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോഴെന്നാ അലോകിന് പിടികിട്ടി, രണ്ടുപേരും സംസാരിച്ചാണ്. ഡി എന്ന് പറഞ്ഞ് അവിടെ നിന്ന് വിളിക്കുമ്പോൾ മിത്ര ഇവിടെ നിന്നും കൊണ്ട് ഒന്ന് പോടാണീറ്റ് എന്ന് പറഞ്ഞിട്ട് മിത്ര കൂളായിട്ട് കയറി അങ്ങ് പോവാട്ടോ. അങ്ങനെ രാത്രി നമ്മുടെ ബാലനാണെങ്കിൽ ഭയങ്കര ടെൻഷൻ. ഈവൻറ്റ് മാനേജ്മെൻറ്റിന് കല്യാണത്തിന് വേണ്ടിയിട്ട് ഒരുപാട് സ്ഥാപനങ്ങളിൽ വിളിച്ചിട്ടും ആരും ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. വിളിക്കുന്നവരെല്ലാവരും ഇപ്പോൾ പറയാം, പിന്നെ പറയാം, കുറച്ച് കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് സ്വിച്ച് ഓഫ് ചെയ്യുന്ന കേട്ടോ. കാര്യം എന്തെന്ന് വെച്ചാൽ ആ നാട്ടിലെ എല്ലാ ഇവൻറ്റ് മാനേജ്മെൻറ്റുകാരെയും അവിടെ അച്യുതൻ തടഞ്ഞു വെച്ചിരിക്കുകയാണ്, ഈ കല്യാണത്തിന് സഹകരിക്കില്ല എന്നും പറഞ്ഞിട്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഗോമതി വന്ന് സമാധാനപ്പെടുത്തുന്നുണ്ട്. നമുക്ക് ഒരു വഴി അല്ലെങ്കിൽ വേറൊരു വഴി തെളിഞ്ഞ് കിട്ടും, ബാലയുടെ സമാധാനപ്പെട്. ഇത്രയും പാതിരാത്രിയൊക്കെ വിളിച്ച് അവരെങ്ങനെ ഫോൺ എടുക്കാനാ? രാത്രിയോ? ഞാൻ ഉച്ച മുതൽ വിളിക്കുക, അത് കുഴപ്പമില്ല. എങ്ങനെ സമാധാനത്തോടെ ഇരിക്കാനാ പറയണേ? ഇനിയിപ്പോൾ ദിവസം എത്രയുണ്ട്? അതൊക്കെ നടന്നോളൂന്നേ, നമുക്ക് എന്തായാലും നേരം വെളുക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ബാലനൊക്കെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ അന്ന് രാത്രി ആകുമ്പോഴത്തേക്കിനും ബാലൻ ഒരുപാട് വിഷമത്തിൽ നേരെ രാമേട്ടനെ വീട്ടിൽ ചെന്നിരിക്കുകയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് വരുന്നു, 1 മണിക്കൂർ സമയം എനിക്ക് വേണം ബാല എന്ന് പറഞ്ഞിട്ട് കടയിൽ നിന്ന് ഇറങ്ങിപ്പോയ ആളാണ്. രാത്രിയായിട്ടും രാമേട്ടൻ തിരിച്ചു വന്നിട്ടില്ല. ആ ഒരു ടെൻഷൻ കാരണം വീട്ടിൽ ചെന്ന് അന്വേഷിക്കുകയാണ് ബാലൻ. അവിടെ ചെന്നിട്ടും കാണുന്നില്ല കേട്ടോ, വീടെല്ലാം അടച്ചിട്ടേക്കാണ്. അങ്ങനെ ബാലൻ അങ്ങനെ ടെൻഷനായിട്ട് ഇയാൾ ഇത് എവിടെ പോയി കിടക്കണം ഈശ്വര. അപ്പോഴാണ് വരുന്നത്. പണ്ടപാടെ ബാലൻ്റെ ദേഷ്യം അങ്ങോട്ട് വന്നു കേട്ടോ. എന്നിട്ട് പോയി ചോദിക്കുന്നുണ്ട്, ഉച്ചയ്ക്ക് 1 മണിക്കൂർ പുറത്ത് പോയിട്ട് വരാമെന്നും പറഞ്ഞിട്ട് ഇത്രയും സമയം നിങ്ങൾ എവിടെ പോയി കിടക്കുന്നു? നിങ്ങളെ വിശ്വസിച്ചല്ലേ ഞാൻ കടയിൽ നിന്ന് എവിടെയും പോകുന്നത്? കടയിൽ ആളില്ലായിരുന്നാൽ എങ്ങനെ കച്ചവടം നടക്കും? എന്നിട്ട് ഞാൻ അറിയുന്നോ നിങ്ങൾ എവിടെയെങ്കിലും പോയി കിടക്കുന്നെന്ന് അന്നും പറഞ്ഞ് ആദ്യം കുറേ വഴക്ക് കൊടുക്കാട്ടോ. എന്നിട്ട് പിന്നെ പറയുന്നുണ്ട്, എനിക്ക് അത് മാത്രമല്ല രാമേട്ടാ, നിങ്ങൾക്ക് ആരാ ഉള്ളത്? ഒരു തുണയായിട്ട് ആരുമില്ല. പോകുന്ന വഴിക്ക് എങ്ങനെയെങ്കിലും മറിഞ്ഞു വീഴുക, എന്തെങ്കിലും വന്നു പോയാൽ ആരിയ്ക്കുന്നോ? അതങ്ങനെ ആലോചിക്കണ്ടേ? ടെൻഷൻ അടിച്ച് മനുഷ്യൻ ചാവാറായി എന്നിങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് ആ രാമേട്ടൻ്റെ കണ്ണക്കങ്ങ് നിറഞ്ഞു കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ബാല എനിക്ക് വേണ്ടി അന്വേഷിക്കാൻ എനിക്ക് ആരുമില്ല, ഭാര്യയോ മക്കളോ ആരുമില്ല. പിന്നെ എന്തായാലും ഞാൻ എവിടെയെങ്കിലും വീണ് പോയാൽ എന്നെ കൈവിടാത്ത ചിലരുണ്ട്, ഒന്ന് നീയും നിൻ്റെ മക്കളും. ഒരിക്കലും നിന്നെ കൈവിടില്ലെന്ന് എനിക്കറിയാം. ഒരു ആവശ്യത്തിന് വേണ്ടി ഞാൻ പുറത്തു പോയതാണ്. അപ്പോൾ ബാലൻ ചോദിക്കുന്നുണ്ട്, എന്താവശ്യം നിങ്ങൾക്ക് ഇത്ര പാതിരാത്രി വരെ ഉണ്ടാക്കാതിരിക്കുന്നത് എന്നും പറഞ്ഞ് വീണ്ടും ബാലന് ദേഷ്യം വരികയാണ് കേട്ടോ. അപ്പോഴാണ് രാമേട്ടൻ പറയണത്, എന്നെ ഇത്രത്തോളം സ്നേഹിക്കുകയും ഇത്രത്തോളം എന്നെ കരുതലോടെ നോക്കുകയും ചെയ്യുന്ന നീ വിഷമിച്ചിരിക്കുന്നത് കാണാൻ എനിക്ക് പറ്റത്തില്ല. നീ ആരെന്നാ ഇന്ന് പലിശയ്ക്ക് കടം വാങ്ങിച്ചത് എന്ന് ചോദിക്കണം. ബാല അന്തം വിട്ടുപോയി കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, നീ ഞാൻ അറിയില്ലെന്ന് നീ വിചാരിച്ചു അല്ലേ? നീ കൊണ്ട് തല വെച്ചതേ വലിയൊരു ദുരന്തത്തിലാണ്. അവൻ നിൻ്റെ കുടുംബവും കൂടെ അർത്ഥം കൊണ്ടേ പോവുള്ളൂ, അത്ര ദുഷ്ടനാ. അതുകൊണ്ട് ആ ഒരു കെണിയിൽ നിന്നെ വീഴ്ത്താൻ എനിക്ക് പറ്റത്തില്ല. ഇതെങ്ങനെ രാമേട്ടൻ അറിഞ്ഞു? കൊള്ളാം, നിൻ്റെ കൂടെ 24 മണിക്കൂറും കണ്ണും തുറന്നു വെച്ചിരിക്കുന്ന ഞാൻ നിന്നെ മനസ്സിലാക്കാതെ ഞാൻ പിന്നെ വേറെ ആരെടാ മനസ്സിലാക്കേണ്ടത്? ഇന്നും ഇന്നലെ നമ്മൾ കാണാൻ തുടങ്ങിയതാണോ? കുട്ടിക്കാലം മുതലേ നമ്മൾ ഉണ്ടും ഉറങ്ങി ഒന്നുമില്ലാതെ ഓരോ കടത്തിണ്ണകളിലും പോയിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വാരിക്കഴിച്ച ഓർമ്മകളൊക്കെ നീ മറന്നുപോയോ? എനിക്കതൊന്നും മറക്കാൻ കഴിയില്ല. നീ ഈ മരണം വരെ നീ എൻ്റെ കൂട്ടുകാരൻ തന്നെയായിരിക്കും. നിന്നെ ഉപേക്ഷിച്ചൊരു ജീവിതം എനിക്കുമില്ല. ഇനി എനിക്കെന്തെങ്കിലും വന്നാലും എന്നെ നീയും ഉപേക്ഷിക്കില്ല, നിൻ്റെ മക്കളും എന്നെ ഉപേക്ഷിക്കില്ല. ഒന്നുമില്ലെങ്കിലും ധൈര്യമായിട്ട് എനിക്ക് വീടും കൂടും ഒന്നും ഇല്ലെങ്കിലും എൻ്റെ ഗോമതി സ്റ്റോറിൻ്റെ നടയിലെങ്കിലും കയറി കിടന്ന് ഉറങ്ങാൻ എനിക്ക് സാധിക്കും. പക്ഷേ നിനക്ക് അങ്ങനെയല്ല. നിനക്ക് നല്ലൊരു കുടുംബമുണ്ട്, സന്തോഷകരമായ ജീവിതമുണ്ട്. ഇതെല്ലാം പലിശക്കാരൻ്റെ തലയിൽ വെച്ച് കെട്ടിയിട്ട് അങ്ങനെ നിനക്ക് ജീവിക്കാൻ പറ്റുമോ? ആരും കുടുംബമൊന്നും ഇല്ലാണ്ട്? അത് പറ്റത്തില്ല. അതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചു.
കുറച്ച് കാശിന് വേണ്ടിയിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ എൻ്റെ കയ്യിലുള്ളതെല്ലാം ഇത് നിനക്കാണ്. നിൻ്റെ മോൻ്റെ ഒരു ആവശ്യമെന്ന് പറഞ്ഞാൽ അത് എൻ്റെയും കൂടെ അല്ലേ. നിന്നെ ഒറ്റയ്ക്ക് അങ്ങനെ കഷ്ടപ്പെടുത്താൻ പറ്റുമോ? പറ്റില്ലല്ലോ. നീ ഇത് വാങ്ങണം എന്ന്, ബാക്കി കാര്യങ്ങളെല്ലാം നടത്തണം, പലിശക്കാരന് കൊടുക്കാനുള്ള എല്ലാം ക്ലിയർ ചെയ്തോണം ഇതാ എന്നും പറഞ്ഞു ഒരു കെട്ട് നോട്ട് എടുത്ത് പൊതിഞ്ഞ് ആ പൊതി ബാലൻ്റെ കയ്യിലേക്ക് നീട്ടുക കേട്ടോ. അപ്പോൾ ബാലൻ ആദ്യം ഒന്നും വാങ്ങുന്നില്ല. രാമേട്ടാ നിങ്ങൾ എന്തിനാണ് ഇത് ചെയ്തത്? നിങ്ങൾ സങ്കടം കൊണ്ട് അയാൾക്ക് സംസാരിക്കാൻ പറ്റാണ്ടായി കേട്ടോ. അങ്ങനെ രണ്ടുപേരും പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരുപാട് സങ്കടപ്പെടുകയാണ്. രാമേട്ടൻ്റെ ഈ ഒരു തുറന്ന മനസ്സ് ബാലനെ ഒരുപാട് അത്ഭുതപ്പെടുത്തിയിട്ട് അങ്ങ് കെട്ടിപ്പിടിച്ച് ഒത്തിരി കരയുക കേട്ടോ. അവസാനം ആ പൈസ ബാലനെ അടിച്ചേൽപ്പിക്കുമ്പോൾ നിർബന്ധിച്ച് കയ്യിലേൽപ്പിക്കുകയാണ്. അങ്ങനെ ബാലൻ രാമേട്ടനെ കെട്ടിപ്പിടിച്ച് പൊട്ടി കരയാണ് കേട്ടോ. രണ്ടുപേരും കൂടെ ആ ഒരു സ്നേഹമാണ് അവിടെ കാണുന്നത്. പിന്നെയെന്ന് വെച്ചാൽ കാണിക്കുന്നത് ഗോമതിയാണ്. ഗോമതി ഒരു സെറ്റ് സാരിയൊക്കെ വാങ്ങിച്ച് നമ്മുടെ ആനന്ദിൻ്റെ കയ്യിൽ കൊടുക്കുകയാണ്. അപ്പോൾ ആനന്ദിനോട് പറയണം, ആനന്ദേ ഇത് നീ വാങ്ങിക്കുക, എന്നിട്ട് അമ്മയ്ക്ക് കൊടുത്ത് അനുഗ്രഹം വാങ്ങിച്ചിട്ട് വേണം കല്യാണത്തിന് പോകാനായിട്ട്. അയ്യോ കൃഷ്ണമംഗലത്തോ? ഞാൻ പോകത്തില്ല, അവിടെ ഇനി അടുത്ത പ്രശ്നങ്ങൾ ഉണ്ടാവാനല്ലേ അമ്മേ. എന്തിനാണ്? അത് കുഴപ്പമില്ല, അച്ഛൻ അറിഞ്ഞാൽ പ്രശ്നമാവില്ലേ അമ്മേ. ആരും അറിയില്ല, ഞാനും നീയും ഇപ്പോഴത്തെ മീനാക്ഷിയും മാത്രം അറിഞ്ഞാൽ മതി. ഒരൊറ്റ മനുഷ്യരോട് ഇത് പറയാൻ വേണ്ട, തൽക്കാലം അറിയാൻ വേണ്ട. പക്ഷേ അമ്മയ്ക്ക് നിങ്ങളെ കുട്ടിക്കാലം മുതലേ ഒന്ന് എടുത്ത് ലാളിക്കാനോ ഓമനിക്കാനോ ഒന്നും സാധിച്ചിട്ടില്ല. പക്ഷേ കല്യാണ സമയത്തെങ്കിലും ഒരു വാക്ക് പറയാണ്ട് പോയല്ലോ എന്നൊരു ചിന്ത അമ്മയുടെ മനസ്സിലുണ്ടാവാൻ പാടില്ല. അമ്മയുടെ ഏറ്റവും മുതിർന്നവരായിട്ട് ഇപ്പോൾ അമ്മ മാത്രമേ നമുക്കുള്ളൂ. അപ്പോൾ അമ്മയുടെ കാലിത്തൊട്ട് തൊഴുത് അനുഗ്രഹം വാങ്ങിച്ചിട്ട് വേണം കല്യാണ മണ്ഡപത്തിൽ കയറാൻ. അമ്മയ്ക്ക് കൊടുക്കാനുള്ളതാണ് ഈ സെറ്റ് സാരി, മനസ്സിലായോ? അങ്ങനെ ആനന്ദിന് ആ ഒരു ഉപദേശമൊക്കെ കൊടുത്തിട്ട് ഗോമതി തിരിഞ്ഞ് നടക്കുകയാണ്. ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരെ. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.